വടക്കേ മഴവന്നൂർ ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മാർച്ച് 6 മുതൽ 11 വരെ നടന്ന വടക്കേ മഴുവന്നൂർ ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം വിപുലമായ പരിപാടികളോടെയാണ് സമാപിച്ചത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാട് അവറുകളും ബ്രഹ്മശ്രീ ശ്രീജിത്ത് നാരായണൻ നമ്പൂതിരിപ്പാട് അവറുകളും ക്ഷേത്രം മേൽശാന്തി അനൂപ് കല്ലേലിലും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തിന്റെ 5ാം ദിനമായ ചൊവ്വാഴ്ച വൈകിട്ട് കാഴ്ചശ്രീബലി നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. കിളിക്കുളം കാവിപ്പള്ളത്ത് ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ചു. നോർത്ത് മഴുവന്നൂർ മുടിയാട്ടക്കളത്തിന്റെ തേരും കൂടെയും ശ്രദ്ധേയമായി. വടക്കേ മഴുവന്നൂർ ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 2026 വർഷത്തെ കൊടിയേറ്റ് മഹോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. മാർച്ച് 6-ാം തീയതി കൊടികയറി മാർച്ച് 11-ന് ആറാട്ടോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് നമ്മുടെ ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഉത്സവത്തിൻ്റെ 5ാം ദിനമായ ഇന്ന് രാവിലെ എഴുന്നള്ളിപ്പിന് ശേഷം വൈകിട്ട് കാഴ്ചശീവേലിക്ക് പോയിരിക്കുകയാണ്. ഈ 6 ദിവസവും വളരെ നല്ല വിധമായിരുന്നു നമ്മുടെ ആഘോഷ പരിപാടികളെല്ലാം നടന്നത്. ഗാനമേള, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരുടെ എല്ലാം വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ളൊരു വേദി ഉണ്ടായിരുന്നു. ഈ 5 ദിവസങ്ങളിലും വിവിധ കലാപരിപാടികളും ഒരു കൂട്ടായ്മയുടെ ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ ഈ വടക്കേ മഴുവന്നൂർ ബ്ലാന്തേവർ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾ കൊണ്ടാടുന്നത്. നോർത്ത് മഴുവന്നൂർ ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രം വളരെ ചരിത്രാതീത കാലം മുതൽ ഉള്ളൊരു ക്ഷേത്രമാണ്. ഏതാണ്ട് ഒരു 1500 വർഷത്തെ പഴക്കം അവകാശപ്പെടാൻ പറ്റുന്ന കുന്നത്തുനാട് താലൂക്കിലെ അപൂർവം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണൻ്റെ അതേ രൂപഭാവത്തിലുള്ള ആണ്. ഏത് ഭക്തരെന്താഗ്രഹിച്ചാലും അത് നടത്തി കൊടുക്കുന്ന അതീവ ഒരു ദേവചൈതന്യം കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് പാൽപ്പായസവും ഭക്തരുടെ ആഗ്രഹസിദ്ധിക്കായിട്ട് പാൽപ്പായസവും, അതുപോലെ സന്താനങ്ങൾ വിവാഹം കഴിഞ്ഞവരുടെ സന്താനത്തിൻ്റെ ആഗ്രഹപ്രകാരം ജനിക്കുന്നതിനുള്ള പ്രത്യേക പാൽപ്പായസ നിവേദ്യ വഴിപാടുകൾ, ധാരാളം ഭക്തജനങ്ങൾ, ജാതിഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും ഇവിടെ പങ്കെടുത്ത് വളരെ യോജിച്ച് കൂട്ടായ്മയോടുകൂടി ഈ ക്ഷേത്രോത്സവം ഭംഗിയായിട്ട് നടത്തി വരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകിച്ച് ഇതിൻ്റെ മ്യൂറൽ പെയിൻറ്റിങ്ങും എടുത്തു പറയേണ്ടതാണ്. ക്ഷേത്രത്തിൻ്റെ പൈതൃക മഹാഭാരത ചരിത്രങ്ങളും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളും കാണിച്ചുകൊണ്ടുള്ള പ്രത്യേക ടൈപ്പ് മ്യൂറൽ പെയിൻറ്റുകൾ, ശ്രീകോലൊക്കെ വളരെയധികം ചെമ്പോലെ പൊതിഞ്ഞ വളരെ 2 നില ശ്രീകോലാണ്. ബ്ലാന്തേവർ ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്താറുള്ള ഉത്സവം അത്തനാളിൽ കൊടിയേറി ആറാട്ടോടു കൂടി സമാപിക്കുകയാണ്. ബഹുജന പങ്കാളിത്തം കൊണ്ടും ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളും ഒരു ഉത്സവം പോലെ ഭഗവാന്റെ ഉത്സവം ഇവിടെ കൊണ്ടാടുകയാണ്. അതിപ്പോൾ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും എല്ലാ ആളുകളും ഇതിൽ സജീവ പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ എല്ലാവിധ സഹകരണത്തോടു കൂടി നടത്തുന്ന ഒരു ഉത്സവമാണ്. ഈ ഉത്സവം വളരെ ഗംഭീരമാക്കാൻ ഇവിടെ എല്ലാ ജനങ്ങളും അതിന് എല്ലാവിധ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നടത്തുന്നത്. ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഈ ഭഗവാന്റെ പേരിലും അതുപോലെ ബ്ലാന്തേവർ ക്ഷേത്ര സമിതിയുടെ പേരിലും നമ്മുടെ നാട്ടുകാരുടെ പേരിലുള്ള ആശംസകൾ അറിയിക്കുന്നു. 2026 വർഷത്തെ നമ്മുടെ ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവം മാർച്ച് 6 മുതൽ 11 വരെ കൊണ്ടാടുകയാണ്. ഈ ഉത്സവം വളരെ ഭംഗിയായി നടക്കുന്നതിന് മഹാവിഷ്ണു ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് ചോറ്റാനിക്കര സത്യന്മാരാരുടെ നേതൃത്വത്തിൽ നിരവധി കലാകാരന്മാർ പങ്കെടുത്ത സ്പെഷ്യൽ പഞ്ചവാദ്യവും നടത്തി. 11-ന് ആറാട്ടോടുകൂടി തിരുവുത്സവം സമാപിച്ചു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.